ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ചക്കരപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മമ്പയറാണത്. മമ്പയർ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വിസിലടുപ്പിക്കാം. 3 വിസിലടിച്ചിട്ടുണ്ട് എൻ്റെത്. അങ്ങനെ അത് 3 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് രായിപ്പൊടി ഞാൻ പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കുകയാണ് ആദ്യം. കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ കലക്കിയെടുക്കുന്നത്. വേഗം കട്ട പിടിക്കുമല്ലോ രായിപ്പൊടി. അപ്പോൾ ഞാൻ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയെടുക്കുകയാണ്. ഞാൻ അളവും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കണില്ല, കാരണം എനിക്ക് ഇഷ്ടമുള്ളത്ര ഉണ്ടാക്കിക്കോളൂ. ഇത് എനിക്കൊരു തോന്നിയ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ചക്കരപ്പയർ ഭയങ്കര ഇഷ്ടമാണ്. മധുരമുള്ള എല്ലാ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം കഴിക്കും ചെയ്യും, അതുകൊണ്ട് തന്നെ നല്ല തടിയുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് കലക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഓവറാണ് എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. കുറുകി വരുന്നുണ്ട്. കുറുകി വന്നതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കുറേ കുറുകി വന്നിട്ടില്ലേ, ഒരുപാട് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വേഗം കട്ട പിടിക്കും. കുറച്ച് നേരം നമ്മൾ ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ കുറുകി ടൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. പേടിച്ചിട്ടാണ്, ഏറിപ്പോവോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ വെച്ചതാണ്. രായിപ്പൊടി ആയതുകൊണ്ട് തന്നെ വേഗം കുറുകി വരും. ഇപ്പോൾ കണ്ടില്ല, നല്ല ടൈറ്റായി. അപ്പോൾ ശർക്കരയിൽ ഉരുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് വേഗം ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത്രയും വെള്ളത്തിലാണ് ഇത് കലക്കിയത്. ഇപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മമ്പയറിലുള്ള വെള്ളമൊന്നും ഞാൻ കളയണില്ല കേട്ടോ, ഞാൻ ഒക്കെ അതിലേക്ക് തന്നെ നേരിട്ട് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കി വന്നിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാണ്ട്. തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയും ശർക്കരയും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായി വന്നു. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശർക്കര എപ്പോഴും നമ്മൾ ഉരുക്കിയിട്ട് വേണം ഇങ്ങനെ ഉണ്ടാക്കാൻ. വേറെ ഏത് സാധനത്തിലായാലും ശർക്കര നേരിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ചെള്ള അങ്ങനെ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വേസ്റ്റ് എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല അരിച്ചിട്ട് വേണം ശർക്കര ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിത് അരിച്ച് എടുത്താണ്. നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ലൂസായി കൊട്ടച്ചിട്ട് കുറച്ചധികം വെള്ളത്തിൽ തന്നെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിൽ ഏലക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിതിലിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ഒരു കുത്തണ പോലെ തോന്നി ഏലക്കായ ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നത്തേൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും, സിമ്പിളാണ്. ചില ആളുകൾ അരിപ്പൊടിയൊക്കെ ഇതിൽ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ശർക്കരയും അതുപോലെ നിങ്ങൾ കണ്ടതല്ല, അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. ശർക്കരപ്പയർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.